ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ നമുക്ക് ഇന്ന് 15ാമത്തെ പാഠാണ് പഠിക്കാനുള്ളത് അല്ലെ. എന്താണ് പേര് പാഠത്തിന്റെ? ഇന്ത്യ നമ്മുടെ നാട് അല്ലെ. നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലെ. നമ്മൾ പ്ലഡ്ജിലൊക്കെ പറയാറുണ്ട് ഇന്ത്യ. എന്താ പറയുക? ഇന്ത്യ നമ്മുടെ രാജ്യമാണ് അല്ലെ. ഇന്ത്യ ഈസ് എന്താ പറയുക? നമ്മുടെ പ്ലഡ്ജ് മറന്നുപോയോ എല്ലാവരും? എന്താ പറയുക അലൻ? പ്ലഡ്ജ് കാണാതെ ബൈഹാർട്ടായതെല്ലാം മറന്നുപോയോ അലൻ? India is my country. India is my country. All Indians are my brothers and sisters. അല്ലെ. എല്ലാവർക്കും അത് ബൈഹാർട്ടാണ് അല്ലെ. കഴിഞ്ഞ വർഷം ഉണ്ടായ എല്ലാ കുട്ടികൾക്കും എല്ലാം ബൈഹാർട്ടാണ്. അപ്പോ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് അല്ലെ. നിങ്ങൾക്ക് അറിയാം അല്ലെ, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. അപ്പോ ഇന്ത്യക്ക് വേറൊരു പേരിന്റെ എന്താ പറയുക? ഭാരതം അല്ലെ. ഭാരതം, ഭാരതം എന്നും കൂടി ഇന്ത്യയെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോ എന്താണ്? ഇന്ത്യ നമ്മുടെ നാട്. എന്താ അവിടെ ഒരു പിക്ചർ കാണുന്നത് നമ്മുടെ പാഠഭാഗത്തില്? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ലിസൺ. എന്താണ്? എത്രാമത്തെ പേജ് നമ്പർ? 54 എടുത്തോ എല്ലാ മക്കളും? 54ാമത്തെ പേജ് എടുക്കുക. ഓക്കെ, എന്താ അവിടെ കാണുന്നേ? ത്രിവർണ പതാക ഉണ്ട് അല്ലെ. നമ്മുടെ ഫ്ലാഗ് ഉണ്ട് അല്ലേ. നമ്മുടെ ഫ്ലാഗ് ആണ് നമ്മളവിടെ കാണുന്നത്. ദേശീയ പതാക അല്ലെ. എന്താണ്? ദേശീയ പതാക അല്ലെ. ദേശീയ പതാകയുടെ ചിത്രത്തോടെയാണ് നമുക്ക് ആ പാഠം കാണുന്നത് അല്ലെ. അതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. അപ്പോ കുറേ രാജ്യങ്ങളുണ്ടല്ലേ ലോകത്ത്. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായ പതാകകളും ഉണ്ടാവും അല്ലെ. നമ്മുടെ രാജ്യത്തിന്റെ പതാകയാണ് ഏത്? ഇപ്പൊ ഈ പിക്ചറിൽ നമ്മൾ കാണുന്ന നമ്മുടെ ദേശീയ പതാക അല്ലെ. നിങ്ങൾക്കറിയാലോ ഫ്ലാഗ്. നിങ്ങൾ ഓഗസ്റ്റ് 15-നൊക്കെ ഫ്ലാഗ് മേടിച്ച് ഇങ്ങനെ പിടിക്കാറില്ലേ? 3 കളറിലുള്ള ദേശീയ പതാകയുണ്ട് അല്ലെ. ത്രിവർണ പതാക. ഇപ്പൊ മൂവർണ കൊടി എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ഇതിൽ 3 നിറങ്ങളുടെ ഏതൊക്കെയാണ് അതിലത്തെ നിറങ്ങള്? ആർക്കറിയാം? ഏതൊക്കെ നിറങ്ങളാണ് ദേശീയ പതാകയിലുള്ളത്? ഏതൊക്കെയാണ് ആയിഷേ? Orange. എവിടെ? മുകളിൽ എന്താണ്? ഗ്രീൻ ആണോ മുകളില്? പിന്നെയോ നടുവിൽ വെള്ള, അടിയിലോ അല്ലെ ഗ്രീൻ. ഓക്കെ, അപ്പോ 3 നിറങ്ങളാണ് അല്ലെ. മുകളില് കുങ്കുമ കളർ, ഒരു ഓറഞ്ച് കളർ, പിന്നെയോ നടുവില് വെള്ള, പിന്നെയോ അടിയില് ഗ്രീൻ കളർ, പച്ച കളർ അല്ലെ. അങ്ങനെയാണ് ത്രിവർണ പതാക. അതാണ് 3 ത്രിവർണം എന്ന് പറഞ്ഞാൽ എന്താ? 3 വർണ്ണങ്ങള്. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിറം അല്ലെ. 3 നിറങ്ങളാണ് ത്രിവർണ പതാക എന്ന് പറയുന്നത്. അപ്പോ 3 കളേഴ്സിലാണ് അറിയുക. അത് നിങ്ങൾക്ക് അറിയാം അല്ലേ നല്ലപോലെ. നടുവിൽ കാണുന്ന ചക്രം ഉണ്ട്. എന്താണ്? ഒരു ചക്രം കാണുന്നുണ്ടോ നിങ്ങൾ നടുവില്? എന്താ അതിന്റെ പേര്? എന്താ പറയുക? നടുവിലുള്ള ചക്രത്തിന് എന്താ പറയുക? എന്താ ഞാൻ നടുവിൽ കാണുന്ന ചക്രത്തിന് എന്താണ് പറയുക നമ്മള്? അശോക ചക്രം അല്ലെ. അശോക ചക്രം അല്ലേ. അപ്പോ സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഒക്കെ നമ്മൾ ഈ പതാക ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതിനെ നമ്മൾ എങ്ങനെയാ കണ്ടത്? ബഹുമാനത്തോടെ കാണണം അല്ലെ. ദേശീയ പതാകയാണ്, അതുകൊണ്ട് തന്നെ അതിനെ ബഹുമാനത്തോടെ നമ്മൾ കാണണം. അപ്പൊ ദേശീയ പതാകയെ പുകഴ്ത്തുന്ന ഒരു ഗാനമാണ് ഇവിടെ ആദ്യത്തെ തന്നെ കൊടുത്തിട്ടുള്ളത് അല്ലെ, ഒരു കവിത. അപ്പൊ നമുക്കത് ഒന്ന് പാടാം അല്ലെ. ശ്രദ്ധിക്കുക എല്ലാ മക്കളും. പാറുക വർണ്ണ പതാകെ മേന്മേലുയരുക വർണ്ണ പതാകെ. അത്രയേ ഉള്ളൂ, 2 ലൈൻ. പാറുക വർണ്ണ പതാകെ മേന്മേലുയരുക വർണ്ണ പതാകെ. എന്താ പറഞ്ഞേ? പാറുക വർണ്ണ പതാക എങ്ങനെ ഉയരണം? മേലേക്ക് ഉയരണം. 2 ലൈൻ. പാറുക വർണ്ണ പതാകെ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് പാറുക പാറുക ചെങ്കൊടിയെ അല്ലേ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? വാനിലുയരട്ടെ മൂവർണ്ണക്കൊടി നിലം. അപ്പൊ പാറുക വർണ്ണ പതാകെ മേന്മേലുയരുക വർണ്ണ പതാകെ. 2 ലൈനേ ഉള്ളൂ. നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത്? എന്താ ആരെയാ കാണുന്നത് നെക്സ്റ്റ് പേജില്? അതായത് 55.
ആരാണത്? ആരാ സാവിയോ അത്? നമ്മുടെ പിക്ചറിൽ കാണുന്ന ആള്. ഓക്കെ, നമ്മുടെ ഗാന്ധിജിയാണ് അല്ലേ? നമ്മള് സ്നേഹപൂർവ്വം എന്താ വിളിക്കുക അദ്ദേഹത്തെ? സ്നേഹപൂർവ്വം നമ്മള് ഗാന്ധിജിയെ എന്താ വിളിക്കുക ഏബൽ? ബാബുജി. ബാപ്പുജി അല്ലേ? ബാപ്പുജി. ചാച്ചാജി എന്ന് വിളിക്കുന്ന ആരെയാ? ചാച്ചാജി എന്ന് നമ്മൾ വിളിക്കുന്ന ആരെയാ അമാൻ? ജവഹർലാൽ നെഹ്റുവിനെ അല്ലേ? നമ്മുടെ നെഹ്റുവിനെ ചാച്ചാജി എന്നാണ് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നത്. അപ്പൊ ബാപ്പുജി ആരാണ്? മഹാത്മാഗാന്ധിയാണ് അല്ലേ? ഗാന്ധിജിയാണ്. അപ്പൊ ഗാന്ധിജി ആരാ? നമ്മുടെ രാഷ്ട്രപിതാവാണ്. ആര്? മഹാത്മാ ഗാന്ധി അല്ലെ? നമ്മുടെ രാഷ്ട്ര പിതാവ്, ഫാദർ ഓഫ് അവർ നാഷൻ. അപ്പൊ നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവാണ് ആര് എന്നാണ് മഹാത്മാഗാന്ധിയെ നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ? അപ്പൊ ഗാന്ധിജിയെ പറ്റി മിസ് ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് നല്ല പോലെ അറിയുന്ന ആളാണ് അല്ലെ ഗാന്ധിജി? ഓക്കെ, അപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊന്ന് ഇതിൽ ശ്രദ്ധിക്കാം അല്ലെ? നോക്കാം. അപ്പൊ ശ്രദ്ധിക്കുക. കുട്ടികൾ ഗാന്ധിജിയെ ബാപ്പുജി എന്ന് വിളിക്കുന്നു. വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സത്യം മാത്രം പറഞ്ഞു. വെള്ളക്കാർക്കെതിരെ ധീരമായി സമരം ചെയ്തു. അദ്ദേഹമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ്. അഹിംസയായിരുന്നു സമരമാർഗം. അങ്ങനെ നമ്മുടെ നാട് സ്വതന്ത്രമായി. അതുകൊണ്ട് ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്ര പിതാവ് അല്ലെ? അത്രയേ അവിടെ പറയുന്നത്. എന്താ പറഞ്ഞത്? ഗാന്ധിജിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞേ? കുട്ടികൾ ഗാന്ധിജിയെ എന്താ വിളിക്കുന്നത്? ബാപ്പുജി എന്ന് വിളിക്കുന്നു. വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. കണ്ടാൽ തന്നെ അറിയാം അല്ലെ? ഡ്രസ്സെല്ലാം കണ്ടോ? അപ്പൊ ലളിതമായിരുന്നു. ലളിതം എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ അല്ലെ? സിമ്പിള് വേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പൊ ജീവിതചര്യകളും ഒക്കെ അങ്ങനെയായിരുന്നു. എന്ത്? വളരെ ലളിതമായിരുന്നു. സത്യം മാത്രം പറഞ്ഞു. നമ്മൾ ആരെങ്കിലും സത്യം മാത്രം പറയാറുണ്ടോ അല്ലേ? ഉണ്ടോ? ചിരിക്കുന്നത് ചില കുട്ടികള്. അപ്പൊ സത്യം മാത്രം പറയാറുണ്ടോ? ഇടയ്ക്ക് കാണുമ്പോ കള്ളത്തരം പറയാറുണ്ട് അല്ലേ? അപ്രിയങ്ങളായ സത്യങ്ങള് പറയാതിരിക്കുക പറഞ്ഞാണൊക്കെ. അതുകൊണ്ട് അപ്രിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? കള്ളത്തരം പറയും അല്ലേ? ഓക്കെ, അപ്പോ അങ്ങനെ ആയിരുന്നില്ല ഗാന്ധിജി. എങ്ങനെയായിരുന്നു? സത്യം മാത്രമാണ് പറഞ്ഞത്, കള്ളത്തരം ഒന്നും പറഞ്ഞിരുന്നില്ല. വെള്ളക്കാർക്കെതിരെ ധീരമായി സമരം ചെയ്തു അല്ലേ? അങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എങ്ങനെയാ? ഇങ്ങനെ ഒരുപാട് ധീരദേശാഭിമാനികളുടെ അഹോരാത്രമുള്ള കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ? നമ്മള് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അടിമയായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് പഴയ കാലങ്ങളിൽ അല്ലേ? അപ്പോ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലേ? അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരില് ഏറ്റവും പ്രമുഖനാണ് ആര്? ഗാന്ധിജി, മഹാത്മാ ഗാന്ധി അല്ലേ? അപ്പൊ അതാണ് പറഞ്ഞത്. എന്ത്? വെള്ളക്കാർക്കെതിരെ ധീരമായി സമരം ചെയ്തു. ധീരമായി എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിയൊന്നുമില്ലാതെ അല്ലേ? അപ്പൊ ധീരമായി സമരം ചെയ്തു. അദ്ദേഹമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ്. നേതാവ് പറഞ്ഞാരാ? തലയ്ക്ക് മേലെയുള്ള ആള് അല്ലെ? ഏറ്റവും മേലെ നിന്നാള് നേതാവായിരുന്നു അദ്ദേഹം. അഹിംസയായിരുന്നു. ഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഹിംസ, ഹിംസയും അഹിംസയും അറിയോ ആർക്കെങ്കിലും? മുത്താസിമിന് അറിയോ? അറിയാ അല്ലേ? മുത്താസിം പറഞ്ഞോ, എന്താണ്? എന്താ അഹിംസ എന്ന് പറഞ്ഞ? പൊട്ടതാണോ? ഹിംസ എന്ന് പറഞ്ഞ കൊല്ലുക എന്നാ എന്നർത്ഥം. ആ ഹിംസ അല്ലെ? കൊല്ലാത്തത്. മനസ്സിലായോ? അഹിംസയായിരുന്നു അല്ലെ? ആരെയും കൊല്ലുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ എന്ത് ചെയ്യും? അഹിംസ എന്ന പാതയിലൂടെ ആയിരുന്നു അദ്ദേഹം സഞ്ചരിച്ചത് അല്ലെ? അങ്ങനെ നമ്മുടെ നാട് സ്വതന്ത്രമായി
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ധീരദേശാഭിമാനികളുടെ പ്രയത്ന ഫലമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ? അങ്ങനെ നമ്മുടെ നാട് സ്വതന്ത്രമായി. വെള്ളക്കാരുടെ, അതായത് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ? എപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം കേട്ടോ. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ? അതുകൊണ്ട് ഗാന്ധിജിയാണ് ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്ര പിതാവ് അല്ലേ? രാഷ്ട്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗാന്ധിജിയാണ്. ഫാദർ ഓഫ് അവർ നാഷൻ അല്ലേ? നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവാണ് ഗാന്ധിജി. ഓക്കെ, അപ്പൊ ഗാന്ധിജിനെ പറ്റി നമ്മളിപ്പോ പഠിച്ചത് എന്തൊക്കെയാ പഠിച്ചത്? ആദ്യം നമ്മൾ ത്രിവർണ പതാകയെ കുറിച്ച് പഠിച്ചു അല്ലേ? നമ്മുടെ ദേശീയ പതാകയെ പറ്റി പഠിച്ചു. 2 ലൈൻ എന്ത്? പാറുക വർണ്ണ പതാകെ മേന്മേലുയരുക വർണ്ണ പതാകെ. എന്താണ്? പാറുക വർണ്ണ പതാകെ മേന്മേലുയരുക വർണ്ണ പതാകെ. നെക്സ്റ്റ് പേജിൽ എന്താ പറഞ്ഞത്? ഗാന്ധിജി. എന്താ വായിക്കൂ അത്? ഗാന്ധിജി അല്ലേ? ഗാ ആച്ചിനൂട്ടിട്ടുണ്ട് ഗാക്ക്. എന്താ കൂട്ടക്ഷരം വള്ളിയിട്ടു ഗാന്ധി ജി. ജ എഴുതി വള്ളിയിട്ടു. അപ്പൊ ഗാന്ധിജി. എന്നിട്ട് എന്താ എഴുതിയിട്ടുള്ളത്? കുട്ടികൾ ഗാന്ധിജിയെ ബാപ്പുജി എന്ന് വിളിക്കുന്നു. വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സത്യം മാത്രം പറഞ്ഞു. വെള്ളക്കാർക്കെതിരെ ധീരമായി സമരം ചെയ്തു. അദ്ദേഹമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ്. അഹിംസയായിരുന്നു സമരമാർഗം. അങ്ങനെ നമ്മുടെ നാട് സ്വതന്ത്രമായി. സ്വതന്ത്രമാവുക പറഞ്ഞെന്താ? അതിൽ നിന്ന് മോചിപ്പിച്ചു. അവരുടെ അടിമയായിരുന്നു നമ്മള്, സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു അല്ലെ? അതുകൊണ്ട് ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്ര പിതാവ്. രാഷ്ട്രത്തിന്റെ, രാജ്യം, രാഷ്ട്രം അർത്ഥം ഒന്ന് പിതാവ് എന്ന് അറിയപ്പെടുന്നു അല്ലെ? അപ്പൊ ഗാന്ധിജിനെ കുറിച്ച് നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോ ഗാന്ധിജിയുടെ ഫുൾ നെയിം എന്താണ്? മഹാത്മാ ഗാന്ധി അല്ലെ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അത് നിങ്ങൾക്ക് വായിൽ പിടിക്കൂന്നറിയില്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. അപ്പോ ഗാന്ധിജിയെ നമ്മള് കുട്ടികൾ സ്നേഹത്തോടെ എന്താ വിളിക്കുക? ബാപ്പുജി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. പിന്നെന്താ? വെള്ളക്കാർക്കെതിരായി ധീരമായി പോരാടിയ വ്യക്തിയാണ്, സമരം ചെയ്ത വ്യക്തിയാണ് ഗാന്ധിജി. പിന്നെയോ അദ്ദേഹമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ്. പിന്നെന്താണ്? അഹിംസയായിരുന്നു അദ്ദേഹത്തിന്റെ സമരമാർഗം. പിന്നെ അങ്ങനെ ധീരമായി പോരാടി അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലെ? നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. അതുകൊണ്ട് ഗാന്ധിജിയെ എന്തു വിളിക്കുന്നു? നമ്മുടെ രാഷ്ട്രപിതാവ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നു അല്ലെ? ഓക്കെ, എത്ര വരെ ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക്? അപ്പൊ അതിന്റെ കൂടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് 1947 ഓഗസ്റ്റ് 15 ആരിൽ നിന്നാണ്? ബ്രിട്ടീഷുകാരിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെ? ഓക്കെ, അത്ര വരെ ക്ലിയർ ആയോ? ഇപ്പൊ ഒന്ന് വായിക്കണ്ടേ? ആരാ ഒന്ന് വായിക്കുന്നേ? ഇത് വായിക്കാൻ അറിയോ മക്കൾക്ക്? നോക്കി ഒന്ന് വായിക്കോ. ഓക്കെ, സാവിയോ കൈവക്കുന്നുണ്ട്. സാവിയോ വായിച്ചോ? സാവിയോ. എന്താ വിളിക്കുന്നത്? ബാപ്പുജി വിളിക്കുന്നു. വളരെ വളരെ ലളിതമായിരുന്നു സത്യം പറഞ്ഞു. സത്യം മാത്രം പറഞ്ഞു. ഫുൾ സ്റ്റോപ്പ്. ഒരു കുത്ത് കണ്ടോ? അതിനാണ് ഫുൾ സ്റ്റോപ്പ് പറയാം. അപ്പൊ നമ്മൾ നിർത്തണം.
ആ വെള്ളക്കാർക്കെതിരെ ധീര ധീരമായി സമരം ചെയ്തു. ചെയ്തു. പിന്നെയോ അദ്ദേഹമായിരുന്നു ആ സമരത്തിന്റെ നേതാവ്. നേതാവ്. ആ അഹിംസ. സമര മാർഗം. അങ്ങനെ നമ്മുടെ നാട് സ്വതന്ത്രമായി. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ്. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, റിച്ചാർഡ് സിജോ. ഗാന്ധിജി. കുട്ടികൾ ഗാന്ധിജിയെ ബാപ്പുജി എന്ന് വിളിക്കുന്നു. വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സത്യം മാത്രം പറഞ്ഞു. വെള്ളക്കാർക്കെതിരെ ധീരമായി സമരം ചെയ്തു. അദ്ദേഹം ആയിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ്. അഹിംസയായിരുന്നു സമരമാർഗം. അങ്ങനെ നമ്മുടെ നാട് സ്വതന്ത്രമായി. അതുകൊണ്ട് ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ മക്കളെ? നെക്സ്റ്റ് ആരും വായിക്കുന്നില്ലേ? കൈപൊക്കുന്നില്ല. എന്താ റയാനെ പരിപാടി? ആരാ വായിക്കുന്നേ? അടുത്ത് നെക്സ്റ്റ് ആർക്ക് വായിക്കാൻ പറ്റും? ആർക്കും വായിക്കാൻ പറ്റില്ല? ഓക്കെ, അയാൻ വിജേഷ് വായിച്ചോ. ഗാന്ധിജി കുട്ടികൾ ഗാന്ധിജിയെ ബാബുജി എന്ന് വിളിക്കുന്നു. വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സത്യം മാത്രം പറഞ്ഞു. വെള്ളക്കാർക്കെതിരെ ധീരമായി സമരം ചെയ്തു. അദ്ദേഹമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ്.
ഉം. അധ്യക്ഷനായിരുന്നു ഉം. സമരമാർഗം. ഉം. അങ്ങനെ ആ. നമ്മുടെ ഉം. നാട് ഉം. സ്വതന്ത്രമായി സ്വതന്ത്രമായി. അതുകൊണ്ട് ഉം. ആകണ്ടേ ഉം. ഗാന്ധിജിയാണ് ഗാന്ധിജിയാണ് നമ്മുടെ നമ്മുടെ ഉം. മാതൃപിതാവ്. രാഷ്ട്രപിതാവ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ആരാ വായിക്കുന്നേ? ദേവർഷ. ദേവർഷ, പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചോ. കുട്ടികൾ ഉം. കുട്ടികളെ കുട്ടികൾ കുട്ടികളെ ഗാന്ധിജി ബാബുജി എന്നു വിളിക്കുന്നു. വിളിക്കുന്നു. ഉം. വളരെ ഉം. ലളിത ലളിതമായിരുന്നു ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഉം. ജീവിതം. ജീവിതം. ഉം. സത്യം ഉം. മാത്രം ഉം. പറഞ്ഞു. ഉം. വെള്ളക്കാർക്കെതിരെ ഉം. ധീരമായി ഉം. സമരം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്. ഉം. അദ്ദേഹമായിരുന്നു ഉം. സ്വാതന്ത്ര്യ ഉം. സമരത്തിന്റെ നേതാവ്. ഉം. അഹിംസയായിരുന്നു അഹിംസയായിരുന്നു ഉം. സമരമാർഗം. സ്വാതന്ത്ര്യ ഓക്കെ, സമരമാർഗം. അങ്ങനെ സ്വാതന്ത്ര്യ ഉം. അങ്ങനെ ഉം. നമ്മുടെ നാടു ഉം. സ്വതന്ത്രമായി സ്വതന്ത്രമായി. ഉം. അതുകൊണ്ട് ഉം. ഗാന്ധിജി ഉം. ഗാന്ധിജിയാണ് ഉം. നമ്മുടെ രാഷ്ട്രപിതാവ്. ഓക്കെ, നെക്സ്റ്റ് ആർക്ക് വായിക്കാനാവും? ഉം. ആരും കൈവക്കുന്നില്ലേ? നെക്സ്റ്റ്. ഓക്കെ, ദീക്ഷിത്. വായിച്ചോ മോനെ. കുട്ടികൾ ഉം. ഗാന്ധിജിയെ ബാബുജി ഉം. അന്നു ഉം. വിളിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സത്യം മാത്രം പറഞ്ഞു. വെള്ളക്കാർക്കെതിരെ ധീരമായി ഉം. സമരം ചെയ്തു. ഉം. അദ്ദേഹമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വതന്ത്രമായി. ഉം. അതുകൊണ്ട് ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ?
അടുത്ത ആരാ വായിക്കുന്നേ? ആദിത്ത് അനൂപ്. വായിച്ചോ. ആദിത്ത്. ഗാന്ധിജി ഉം. കുട്ടികൾ ഉം. ഗാന്ധിജിയെ ഉം. ബാബുജി എന്ന് വിളിക്കുന്നു. ഉം. വളരെ ഉം. ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. മാത്രം പറഞ്ഞു. വെള്ളക്കാർക്കെതിരെ ധീരമായി സമരം ചെയ്തു. അദ്ദേഹമാണ് സമരത്തിന്റെ നേതാവ്. അഹിംസയായിരുന്നു സമരമാർഗം. അങ്ങനെ നമ്മുടെ നാട് സ്വതന്ത്രമായി. അതുകൊണ്ട് ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ഓക്കെ, നെക്സ്റ്റ് സേറ മരിയ. ഗാന്ധിജി. കുട്ടികൾ ഗാന്ധിജിയെ ബാപ്പുജി എന്നു വിളിക്കുന്നു. വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സത്യം മാത്രം പറഞ്ഞു. വെള്ളക്കാർക്കെതിരെ ധീരമായി സമരം ചെയ്തു. അദ്ദേഹമായിരുന്നു സ്വാതന്ത്ര്യം സമരത്തിന്റെ നേതാവ്. അഹിംസയായിരുന്നു സമരമാർഗം. അങ്ങനെ നമ്മുടെ നാട് സ്വതന്ത്രമായി. അതുകൊണ്ട് ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ഓക്കെ, നെക്സ്റ്റ് അമൃത. ഗാന്ധിജി. കുട്ടികൾ ഗാന്ധിജിയെ ബാപ്പുജി എന്ന് വിളിക്കുന്നു. വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സത്യം മാത്രം പറഞ്ഞു. വെള്ളക്കാർക്കെതിരെ ധീരമായി സമരം ചെയ്തു. അദ്ദേഹമായിരുന്നു സ്വാതന്ത്ര്യം സമരത്തിന്റെ നേതാവ്. അഹിംസമായിരുന്നു സമരമാർഗം. അങ്ങനെ നമ്മുടെ നാടു സ്വതന്ത്രമായി. അതുകൊണ്ട്
ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അലൻ. ഗാന്ധിജി. കുട്ടികൾ ഗാന്ധിജിയെ ബാബുജി എന്നു വിളിക്കുന്നു. വളരെ ലളിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സമരം സത്യം മാത്രം പറഞ്ഞു. വെള്ളക്കാർക്കെതിരായി ധീരമായി സമരം ചെയ്തു. അദ്ദേഹമായിരുന്നു സമരത്തിന്റെ നേതാവ്. അഹിംസ യായിരുന്നു സമര മാർഗം. അങ്ങനെ നോക്കി വായിക്കേ. നമ്മുടെ നാടു സ്വതന്ത്രമായി. അതുകൊണ്ട് ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ഓക്കെ, രാഷ്ട്രപിതാവ്. നെക്സ്റ്റ് ആർക്കൊക്കെ വായിക്കാൻ അറിയാം ഇപ്പോ? അത് നമ്മുടെ സമയം കഴിയാറായി. 1 മിനിറ്റേ ഉള്ളൂ. അമാൻ മാധവ് വായിക്കുന്നു. അമാൻ മാധവേ, തുടങ്ങിക്കോന്നാല്. ഗാന്ധിജി കുട്ടികൾ ഗാന്ധിജിനെ വിളിക്കുന്ന ബാംപുജി എന്ന് വിളിക്കുന്നു. വളരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സത്യം മാത്രം പറഞ്ഞു. വെള്ളക്കാർക്കെതിരെ ധീരമായി സമരം ചെയ്തു. അദ്ദേഹം ആയിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ